മൈക്രോമാക്സ് പുതിയ രണ്ട് ഫോണുകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. മൈക്രോമാക്സ് ഇൻഫിനിറ്റി N11ഉം ഇൻഫിനിറ്റി N12ഉം. നോച്ച് ഡിസ്പ്ലേയുമായി വരുന്ന മൈക്രോമാക്സിൻ്റെ ആദ്യത്തെ ഫോണുകളാണ് ഈ രണ്ട് ഫോണുകളും. 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന ഫോണുകളാണ് ഈ ഫോണുകൾ. നമുക്ക് ഈ രണ്ട് ഫോണുകളുടെയും സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസും എല്ലാം നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. മൈക്രോമാക്സ് ഇൻഫിനിറ്റി N11ൻ്റെയും ഇൻഫിനിറ്റി N12ൻ്റെയും ഡിസ്പ്ലേ വരുന്നത് 6.19 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. 18.9:9 ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ രണ്ട് ഫോണുകളും വരുന്നത്. അതായത് ഈ ഫോണുകളിൽ നമുക്ക് ഒരു നോച്ച് ലഭിക്കുന്നുണ്ട്. നോച്ചുമായിട്ട് വരുന്ന മൈക്രോമാക്സിൻ്റെ ആദ്യത്തെ ഫോണുകളാണ് ഇൻഫിനിറ്റി N11ഉം ഇൻഫിനിറ്റി N12ഉം. പിന്നെ ഓവറോൾ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ഈ ഒരു ഫോണുകളിൽ കാണാൻ കഴിയുന്നതാണ്. പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ ഹീലിയോ P22 എന്നുള്ള ഒരു പ്രോസസ്സറാണ് ഈ രണ്ട് ഫോണുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചൊരു പ്രോസസ്സർ ഒന്നുമല്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത പ്രോസസ്സർ തന്നെയാണ് ഹീലിയോ P22. ഇൻഫിനിറ്റി N11ൽ നമുക്ക് 2 GB റാമും ഇൻഫിനിറ്റി N12ൽ നമുക്ക് 3 GB റാമുമാണ് ലഭിക്കുന്നത്. രണ്ട് ഫോണുകളിലും 32 GB ഇൻറ്റേർണൽ മെമ്മറിയാണ് വരുന്നത്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മറി കാർഡ് സ്ലോട്ട് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 8.1 ഓറിയോ ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോൺ ഇറങ്ങിയിട്ട് ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ ആൻഡ്രോയിഡ് 9 Pie അപ്ഡേറ്റ് ലഭിക്കും എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് ഫോണുകളിലും പിൻ ക്യാമറ വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പിലാണ്. 13 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസറും 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറുമായിട്ടാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റി N11ൽ വരുന്നത് 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇൻഫിനിറ്റി N12ൽ വരുന്നത് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയുമാണ്. വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് ഒന്നും ഈ ഒരു ഫോണിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാലും തരക്കേടില്ലാത്ത ഒരു ആവറേജ് പെർഫോമൻസ് എങ്കിലും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും പിന്നിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും അവൈലബിൾ ആണ്. 4000 mAh ബാറ്ററിയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. 4000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. മൈക്രോമാക്സ് ഇൻഫിനിറ്റി N11ൻ്റെ വില വരുന്നത് 8,999 രൂപയും മൈക്രോമാക്സ് ഇൻഫിനിറ്റി N12ൻ്റെ വില വരുന്നത് 9,999 രൂപയുമാണ്. ഡിസംബർ 25 മുതൽ ഓൺലൈൻ മാർക്കറ്റ് വഴിയും ഓഫ്ലൈൻ മാർക്കറ്റ് വഴിയും നമുക്ക് ഈ ഒരു ഫോണുകൾ മേടിക്കാവുന്നതാണ്. മാർക്കറ്റിലോട്ട് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിട്ടാണ് മൈക്രോമാക്സ് ഈ രണ്ട് ഫോണുകളും റിലീസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ രണ്ട് ഫോണുകൾക്കും വില ഇത്തിരി കൂടുതലാണ്. കാരണം ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ നമുക്ക് ഇതേ ഫീച്ചേഴ്സ് ഉള്ള ഫോണുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോണുകളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇത്തിരി ടൈറ്റ് ആയിരിക്കും.